നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ് കാറിന്റെ ക്ലച്ച് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് സാധിച്ചെടുക്കാം? എന്തുകൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് ക്ലച്ച് കൺട്രോൾ ചെയ്യാൻ പാടുപെടുന്നത്? അതിനുള്ള സിമ്പിൾ സൊല്യൂഷൻ എന്താണ്? അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പലരും പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമാണ്, ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് എന്നെ ചെരുപ്പിടാതെയാണ് ഡ്രൈവിംഗ് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് അങ്ങനെയാണ് പഠിപ്പിച്ചത്, അതുകൊണ്ട് എനിക്ക് ചെരുപ്പിടാൻ കഴിയുന്നില്ല, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, ചെരുപ്പിടാൻ എനിക്കിനി പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നീട് ചെരുപ്പിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ കയറിയിരുന്ന ഉടനെ ചെരുപ്പ് അഴിച്ച് അവിടെ വെക്കും, എന്നിട്ടാണ് ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ആളുകളോട് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ രീതി കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം. ബാർ ഫൂട്ടിൽ ഡ്രൈവ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് കൂടാതെ തന്നെ അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലിലെ ഫിംഗറിനാണ് കൂടുതൽ നിങ്ങൾ ബലം കൊടുക്കുക, അല്ലെങ്കിൽ പ്രഷർ കൊടുക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ദൂരം നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല, വളരെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ ഇതൊരു ഹൈജീനിക് മെത്തേഡും അല്ല. നമ്മളിപ്പോൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഹൈജീനിക് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെ. അങ്ങനെ ചെയ്യണം, ഹൈജീനിക് ആയിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കാലിൽ ചെരുപ്പ് ഉപയോഗിക്കണം. ഇപ്പോൾ ചെരുപ്പ് എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ ചില ആളുകൾക്ക് തോന്നും സ്ലിപ്പർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? സ്ലിപ്പർ ഒന്നും നിങ്ങൾ ഉപയോഗിക്കരുത്, ഷൂസ് ഉപയോഗിക്കുക. ഇനി ഷൂസ് ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ ഏത് തരം ഷൂസ് ആണ് നേർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവാം. അതിന് മുന്നേ മറ്റൊരു കാര്യം പറയട്ടെ, ഈ ചെരുപ്പ് അയച്ചു വെക്കുന്ന ആളുണ്ടല്ലോ, അവർ വലിയ അബദ്ധമാണ് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ ചെരുപ്പ് അയച്ചിട്ട് അവിടെ വെക്കും, ആ വെച്ച ചെരുപ്പ് പിന്നീട് എവിടെയുണ്ടെന്ന് ശ്രദ്ധിക്കില്ല. വണ്ടി ചിലപ്പോൾ മൂവ് ചെയ്യുന്ന സമയത്ത്, വണ്ടി നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ഹമ്പൊക്കെ ചാടുമ്പോൾ, അല്ലെങ്കിൽ കുഴിയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി കയറുന്ന സമയത്ത് ഈ ചെരുപ്പ് പതിയെ അവിടുന്ന് മൂവ് ചെയ്ത് ചിലപ്പോൾ ബ്രേക്കിന്റെയും ആക്സിലറേറ്ററിന്റെ ഒക്കെ അടിയിലേക്ക് പോകും. ആക്സിലറേറ്ററിന്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ആക്സിലറേറ്റർ ചവിട്ടിയാൽ ചിലപ്പോൾ ആക്സിലറേറ്റർ കിട്ടൂല. നേരെ മറിച്ച് ഇത് ബ്രേക്കിന്റെ അടിയിലേക്കാണ് പോകുന്നതെങ്കിലോ പണി കിട്ടും തീർച്ചയായിട്ടും. എന്താ പറ്റുക? നിങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് വണ്ടി നിൽക്കാത്തൊരവസ്ഥ. പെട്ടെന്ന് മുമ്പിൽ ഒരു വണ്ടിയുള്ള സമയത്താണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ മുമ്പിൽ പെട്ടെന്ന് ഒരാൾ ക്രോസ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അപകടം സംഭവിക്കും. നിങ്ങൾക്ക് ബ്രേക്ക് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് ഫുള്ളായി എന്ന് തോന്നും, പക്ഷെ വണ്ടി നിൽക്കൂല. കാരണം എന്താണ്? ബ്രേക്കിന്റെ അടിയിൽ ചെരുപ്പ് പോയി നിന്നിട്ടുണ്ടാവാം. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ചെരുപ്പിടാതെ മാത്രമേ എന്നെ കൊണ്ട് പറ്റൂ എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അത്തരം ആളുകൾ ദയവ് ചെയ്ത് ചെരുപ്പ് അവിടെ തന്നെ അഴിച്ചു വെക്കരുത്. വണ്ടിയുടെ ബാക്കിൽ എവിടെയെങ്കിലും നിങ്ങൾ വെക്കുക, ഒരു കവറിലൊക്കെ ഇട്ടിട്ട് കൃത്യമായിട്ട് വെക്കുക. അല്ലാതെ കാലിന്റെ അടുത്ത്, ഡ്രൈവ് ചെയ്യുന്നതിന്റെ അടുത്ത് ഒരിക്കലും ചെരുപ്പ് വെക്കരുത്. ഇനി ചെരുപ്പിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ചെരുപ്പിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആളുകൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളെ ഒരു ക്യാൻവാസ് ഷൂ വാങ്ങിക്കുക. ക്യാൻവാസ് ഷൂ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ സാധാരണ ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ ഇത്തരം ഷൂസ് ഉപയോഗിക്കാറില്ലേ? എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അറിയുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഷൂ ഷോപ്പിൽ പോയിട്ട് ചോദിക്കുക, എനിക്കൊരു ക്യാൻവാസ് ഷൂ വേണമെന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും. അത് നിങ്ങൾ യൂസ് ചെയ്യുക, വിത്ത് സോക്സ് യൂസ് ചെയ്യുക. അങ്ങനെ ക്യാൻവാസ് ഷൂ വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെരുപ്പിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതൊന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. അതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ക്യാൻവാസ് ഷൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കട്ടി വളരെ കുറവാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും എത്ര ചവിട്ടുന്നുണ്ട്. അതാണല്ലോ എല്ലാവർക്കും ഒരു പേടി, ഞാൻ ആക്സിലറേറ്റർ ചവിട്ടി കഴിഞ്ഞാൽ എത്ര ആയിട്ടുണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് കിട്ടുന്നില്ല. ബെയർ ഫൂട്ടിലാകുമ്പോൾ അത് പെട്ടെന്ന് കിട്ടുന്നു, ഒരു ഫീല് കിട്ടുന്നു എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തരം ഷൂസ് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ ചെരുപ്പിടാതെ ഡ്രൈവ് ചെയ്യുന്നതിൽ നിന്നും ചെരുപ്പിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ആദ്യം ക്യാൻവാസ് ഷൂ ഉപയോഗിക്കുക, പിന്നീട് നിങ്ങൾക്ക് ഏത് ഷൂസ് ഉപയോഗിക്കാവുന്നതാണ്. ലേഡീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടമുള്ള ചെരുപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഹൈ ഹീലുള്ള ചെരുപ്പൊന്നും ഉപയോഗിക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലച്ച് കൺട്രോൾ വളരെ എളുപ്പത്തിൽ നടക്കും. അതും ഇമ്പോർട്ടന്റ് ആണ്. അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് തന്നെ. ഇനി ക്ലച്ച് കൺട്രോൾ കിട്ടാത്ത ആളുകൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഇടത് കാല് കൊണ്ട് ക്ലച്ച് ചവിട്ടുമ്പോൾ പലരും പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് ഇങ്ങനെ ഫുള്ളായിട്ട് ചവിട്ടും, എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്യും. ഹാഫ് ക്ലച്ച് കിട്ടാനാണ് വലിയ പാട്. എവിടെയോ എങ്ങനെയൊക്കെയോ കിട്ടിയെന്ന് ചിലർക്ക് തോന്നും. അത് എപ്പോഴെങ്കിലും കിട്ടും, കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. ഇതാണ് പ്രശ്നം. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന മെത്തേഡ് കറക്റ്റ് ആവണം. ഇങ്ങനെയല്ല ഡയറക്റ്റ് ചവിട്ടിയിട്ടല്ല ഹാഫ് ക്ലച്ച് ചെയ്യേണ്ടത്. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം?
ക്യാൻവാസ് ഷൂ ഉപയോഗിക്കുക. എന്നിട്ട് കാലിന്റെ ഉപ്പൂറ്റി ഫിക്സ്ഡ് ആക്കിയിട്ട് വെക്കുക. കാലിന്റെ ഉപ്പൂറ്റി ഫിക്സ് ആക്കിയിട്ട് വെക്കുക. ഇവിടെ ഫ്ലോർ മാറ്റിൽ ഫിക്സ് ആക്കി വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഭാഗം കൊണ്ട് പതിയെ ക്ലച്ച് ചവിട്ടി റിലീസ് ചെയ്യണം. ഇതിങ്ങനെ ആയിരിക്കണം നിങ്ങൾ റിലീസ് ചെയ്യേണ്ടത്. ഇങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാഫ് ക്ലച്ച് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാലിന് സ്ട്രെയിൻ ഉണ്ടാവില്ല. എന്ത് ചെയ്യണം, ഷൂസ് ഉപയോഗിക്കുക, കാലിന്റെ ഉപ്പൂറ്റി ഫ്ലോറിൽ ഫിക്സ് ചെയ്യുക. അതിനുശേഷം ഫുൾ ക്ലച്ച് ആക്കിയിട്ട് ഇതാ പതിയെ പതിയെ ഇങ്ങനെ റിലീസ് ചെയ്ത് ഇങ്ങനെ നിർത്തുക. ഹാഫ് ക്ലച്ച് വളരെ ഈസിയിൽ കിട്ടും. നിങ്ങൾക്ക് യാതൊരു സ്ട്രെയിനും ഉണ്ടാവില്ല. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ, ഇതുവരെ ചെയ്യാത്ത ആളുകൾ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാനിപ്പോൾ പറഞ്ഞു ഇടത് കാലിന്റെ ഉപ്പൂറ്റി ഫിക്സ് ചെയ്ത് വെക്കണം. ഇത് ഹാഫ് ക്ലച്ച് ആക്കുന്ന സമയത്ത് മാത്രം മതി. സെക്കൻഡിലേക്കും തേർഡിലേക്കും ഒക്കെ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നോർമലി നിങ്ങൾ ചവിട്ടിക്കോളും. അപ്പോൾ ഹാഫ് ക്ലച്ച് കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകൾ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്തു നോക്കും. ഈസി ആയിട്ട് നിങ്ങൾക്ക് വണ്ടിയുടെ ഹാഫ് ക്ലച്ച് കിട്ടും. അതേപോലെ തന്നെ ബ്രേക്കും ആക്സിലറേറ്ററും കൺട്രോൾ ചെയ്യുമ്പോഴും ഉപ്പൂറ്റി എപ്പോഴും ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ബ്രേക്കിന് നേരെ നിങ്ങൾ ഉപ്പൂറ്റി ഫിക്സ് ചെയ്ത് വെക്കുക. നേരെ ചവിട്ടിയാൽ ബ്രേക്കും ചേർച്ച് ചവിട്ടിയാൽ ആക്സിലറേറ്ററും കിട്ടണം. ഇങ്ങനെയായിരിക്കണം നിങ്ങൾ കാല് വെക്കേണ്ടത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നേരെ ചവിട്ടിക്കഴിഞ്ഞാൽ ബ്രേക്ക്, ചേർച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ ആക്സിലറേറ്റർ തമ്മിൽ മാറിപ്പോകുന്ന പ്രശ്നവും ഒഴിവാവും. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചില ട്രിക്കുകൾ നിങ്ങൾ ഉപയോഗിക്കണം. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടുപിടിക്കലാണ് ഏറ്റവും വളരെ പ്രധാനം. ആർട്ട് ഓഫ് ഡ്രൈവിംഗിന്റെ ക്ലാസ്സിൽ ഞാൻ ആദ്യം അതാണ് ചെയ്യുന്നതും. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് ക്ലാസ്സിന് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒന്ന് ശരിക്കും നിരീക്ഷിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? അത് പഠിക്കാനാണ് ആദ്യത്തെ കുറച്ച് സമയം ഞാൻ എടുക്കുക. അതിനുശേഷം ഓരോരാൾക്കും ഓരോ സൊല്യൂഷനാണ് കൊടുക്കുക. ചെറിയ ചെറിയ സൊല്യൂഷൻസ് കൊടുക്കുമ്പോൾ തന്നെ വളരെ വലിയ ചേഞ്ചാണ് പലരുടെയും ഡ്രൈവിംഗിൽ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ 9400600735 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾക്ക് മെസ്സേജ് ലഭിക്കുന്നതാണ്. എന്തായാലും എല്ലാവർക്കും നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റട്ടെ. നല്ലൊരു ഡ്രൈവിംഗ് സംസ്കാരം നമ്മുടെ നാട്ടിൽ ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.